ഒത്തിരിയേറെ ഒറ്റപ്പെടലും നഷ്ടങ്ങളും സംഭവിച്ച ശേഷവും ഒരംശം ധൈര്യം ബാക്കിയുണ്ടെങ്കിൽ ജീവിതം തോറ്റുകൊടുക്കരുത്. ട്രെയിൻ പാളത്തിന്റെ മുമ്പിൽ പോയി ജീവിതം അവസാനിപ്പിക്കാൻ നിൽക്കുമ്പോൾ അല്പസമയം കഴിയുമ്പോൾ ഈ ശരീരം ചിന്നിച്ചിതറുമെന്ന് നിങ്ങൾ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ കൊടുത്ത ധൈര്യത്തിന്റെ പകുതിയിലൊരംശം ധൈര്യം ബാക്കിയുണ്ടെങ്കിൽ അത് മതി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ. ജോലി നഷ്ടപ്പെട്ടു, എല്ലാം അവസാനിച്ചെന്ന് കരുതരുത്. ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാണെങ്കിൽ ജോലിക്കുള്ള സാധ്യതകളുണ്ട്. സ്നേഹിച്ച ആൾ വഞ്ചിച്ചെന്ന് കരുതി സ്നേഹം തീർന്നു പോകുന്നില്ല. സ്നേഹിക്കുന്ന വലിയൊരു സമൂഹം നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. പങ്കാളിയുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ ഉപദ്രവം സഹിക്കുന്നെന്ന് കരുതി നിങ്ങൾ അവിടെ ഉപദ്രവം സഹിച്ച് തുടരരുത്. അവിടുന്ന് നിങ്ങൾ പുറത്തു വന്ന് ഒറ്റയ്ക്ക് പോരാടാൻ തയ്യാറാണെങ്കിൽ നിയമവും സമൂഹവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അല്ല, നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടെന്ന് കരുതി മക്കളുമായി ട്രെയിനിന്റെ മുമ്പിൽ പോയി ചാടരുത്. നിങ്ങൾക്ക് തലചായ്ക്കുവാൻ ഇടം തരുന്ന ആശാ കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്ന സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഈ സമൂഹത്തിലുണ്ട്. ഒറ്റ കാര്യം മാത്രം, ധൈര്യത്തോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ തയ്യാറാണെങ്കിൽ ആളുകൾ നിങ്ങളെ സഹായിക്കാൻ മുമ്പോട്ട് കടന്നു വരും. നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കുന്നുവെങ്കിൽ തോറ്റുപോകുന്നത് നിങ്ങളല്ല, നിങ്ങളെ കണ്ട് വളരാൻ ആഗ്രഹിക്കുന്ന, കൊതിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മക്കളും കുടുംബവുമാണ് ഒരു നിമിഷം തോറ്റുപോകുന്നുള്ള ബോധ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. കാലങ്ങൾ നിങ്ങളുടെ മുറിവുകളെ ഉണക്കും. സമയങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ അപ്പാടെ മാറ്റും. അതുകൊണ്ട് ആത്മഹത്യ അവസാന ആശ്രയമായി നിങ്ങൾ ഏറ്റെടുക്കരുത്. ജീവിതം അമൂല്യമാണ്. ജീവിതം അതിൻ്റെ സമ്പൂർണ്ണ അർത്ഥത്തിൽ ജീവിച്ചു തീർക്കുക. ജീവിതം തിരികെ പിടിക്കുവാൻ, നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ധാരാളം കൃപ നൽകട്ടെ.